ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ഹലോ മുംബൈ പവേർഡ് ബൈ ഏഗോൺ ഷിപ്പിംഗ്. ലോകമെമ്പാടുമുള്ള ഹലോ മുംബൈയുടെ പ്രേക്ഷകർക്ക് ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഹലോ മുംബൈ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര. ഹലോ മുംബൈ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ. നമ്മൾ ഇന്ന് ഒരു വ്യത്യസ്തനായ ഒരു മലയാളിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്, ശ്രീ ജസൻ ജോസ്. ഈ ഫുട്ബോൾ കണ്ടാൽ അറിയാമല്ലോ, ചുവന്ന തെരുവുകളിലും വഴിയോരങ്ങളിലുമെല്ലാം ഇരിക്കുന്ന അനാഥ കുട്ടികളെ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് ഫുട്ബോൾ പരിശീലനത്തിലൂടെ ഈ ജസൻ ജോസ്. നമുക്ക് ജസൻ ജോസിനെ ഒന്ന് പരിചയപ്പെടാം. ജസൻ ജോസ് എവിടെ? നാട്ടിലെവിടെയാണ്? നാട്ടില് കൊല്ലം, പുനലൂർ. ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് മുംബൈ. മുംബൈ. അതുകൊണ്ട് മലയാളം ഒരു അല്പം പ്രശ്നം. മലയാളം ഒരു തട്ടിമുട്ടി. ജോസ് എന്തായിരുന്നു ആക്ച്വലി ആദ്യം എന്തായിരുന്നു പരിപാടി? ഞാൻ ഒത്തിരി വർഷം ഞാൻ കോർപ്പറേറ്റിലായിരുന്നു ജോലി ചെയ്തിട്ട്. പിന്നെ പക്ഷെ എന്റെ ഒരു ഹൃദയം അങ്ങനെയാണെങ്കിൽ ഞാൻ ഒത്തിരി കമ്പാഷൻ ആണ്. നമ്മുടെ ഈ എന്തെങ്കിലും തെറ്റായിട്ട് നടന്നാൽ എനിക്ക് ഒത്തിരി വിഷമം, എനിക്ക് ഒത്തിരി വിഷമമായിട്ട്. ഞാൻ നോക്കുന്ന ഈ എവറി ഡേ നമ്മൾ ന്യൂസ് പേപ്പറിലേക്ക് വായിക്കുന്നത് ക്രൈം റേറ്റ്സിന്റെ സ്റ്റാറ്റ്സ് ഒക്കെ, എസ്പെഷ്യലി ഇൻ ദീസ് ഏരിയാസ്, നമ്മളിപ്പം ചെയ്യുന്ന ഏരിയാസ് ലൈക്ക് റെഡ് ലൈറ്റ് ഏരിയയും പിന്നെ ഈ ജുവനൈൽ. റെഡ് ലൈറ്റ് ഏരിയ ഇവരൊക്കെ ആരുടെ കുട്ടികളാണ്? ഉണ്ട്, ചിലരുടെ ഉണ്ട്. പിന്നെ ചിലർ ആ ഏരിയയിൽ അവരുടെ അമ്മ അവര് ഇപ്പോഴും അതിനകത്ത് തന്നെയാ. പിന്നെ ചിലർ ആ ഏരിയയുടെ തന്നെ സറൗണ്ടിങ്സ്. ഈ കുട്ടികൾ ഇപ്പോഴും താമസിക്കുന്ന എവിടെയാണ്? അവിടെയാ, അവരുടെ കൂടെ തന്നെയാണ്, ഈ അമ്മയുടെ കൂടെ തന്നെയാണ്. ഒരു സ്കൂളിലൊക്കെ പോകുന്നുണ്ട്. സ്കൂളിൽ ഞാൻ വൺസ് നമ്മുടെ ഇതിനകത്ത് വന്നാൽ ഞാൻ അവരെ എൻകറേജ് ചെയ്യും സ്കൂളിൽ പോകണം. നമ്മള് അങ്ങനെയാണെങ്കിൽ അവരുടെ എഡ്യൂക്കേഷനും ആവണം, അവരുടെ സ്വഭാവം നല്ല ശരിയാണ്. ജോസ് എങ്ങനെ കണ്ടുപിടിച്ചു? ജോസ് അവിടെ പോയി സംസാരിക്കും, ഈ കുട്ടികളെ എനിക്ക് തരൂ? അറ്റ് ദ സ്റ്റാർട്ട് ഒത്തിരി ടഫ് ആയിരുന്നു. എന്റെ ജീവൻ വരെ ഒത്തിരി ഡിഫിക്കൽട്ട് ആയിരുന്നു. കാരണം they don't want anyone to come there. That's the whole. അവർ വിചാരിക്കുന്നത് നമ്മളെ പിള്ളേരെ എന്ത് ചെയ്യുന്നു, അവർക്ക് ഒരു ട്രസ്റ്റ് ഇല്ലായിരുന്നു. അങ്ങനെ പോയി ഞങ്ങൾ അവിടെ പോകുമ്പോൾ ഞാൻ പറയും, ആദ്യമൊക്കെ ഒത്തിരി ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം. ഒത്തിരിക്ക് നിങ്ങളുടെ പിള്ളേർക്ക് ഭവിഷ്യത് നല്ല ആക്കണം. അതിനുവേണ്ടി ഞാൻ വന്നു. അവരുടെ ഭാവി നല്ല ആക്കണം. അവർ നല്ല സ്ഥലത്തിൽ പോകണം. ഈ ഏരിയന്ന് വെളി വരണോ? ഇവരുടെ ലൈഫ് ചേഞ്ച് ആയാൽ നിങ്ങളുടെ ലൈഫും ചേഞ്ച് ആവും. നിങ്ങൾക്ക് അത് ഇതുണ്ടോ? അങ്ങനെ ഒത്തിരി കൺവിൻസ് ചെയ്തിട്ടാ. എത്ര നാളെടുത്തു അവരൊക്കെ ഒന്ന് കൺവിൻസ് ചെയ്ത്? ഇപ്പൊ നമ്മള് 3.5 years ആയി. നമ്മളിപ്പം കുട്ടികളുണ്ട് നമ്മളെ ഓൾ അക്രോസ് 450+ ഉണ്ട്. നമ്മുടെ ഈ എല്ലാ 450 പേരും ഈ സ്പോർട്സ് ആക്ടിവിറ്റീസിലാണോ ഉള്ളത്? അവരുടെ ഇല്ല, നമ്മുടെ മെയിൻ കാര്യം, നമ്മുടെ മെയിൻ USP ആണ് അവരുടെ സ്വഭാവം ശരിയാക്കുന്നത് ത്രൂ സ്പോർട്സ്. ചിലർ സ്പോർട്സ് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ, പക്ഷെ അവരുടെ സ്വഭാവം ശരിയാക്കി. ചിലർ ഇതിനകത്ത് കണ്ടിന്യൂ ചെയ്യത്തില്ല. ചിലർ പഠിത്തത്തിനകത്ത്, ചിലർ ഇപ്പം നമ്മൾ IT ഫീൽഡിനകത്ത് പോയിക്കോളും. സോ അവരങ്ങനെ മനസ്സിലായി. ആ മെയിൻ അവരുടെയാണ് ആ സ്വഭാവം. അവർക്ക് അത് കണ്ട ഒരു വേദനയും വിഷമവും അല്ലെ, ആ ക്രൈം റേറ്റ്സ് ഒക്കെ ഉണ്ടാവുന്നു. പിന്നെ പെണ്ണുങ്ങളുടെ കൂടെ അവരെ എങ്ങനെയാ സംസാരിക്കുന്നത് ഉണ്ട്. പക്ഷെ ലോട്ട് ഓഫ് ദം ആർ അഡിക്റ്റഡ് ടു എ ലോട്ട് ഓഫ് തിങ്സ് ലൈക്ക് മനസ്സിലായി. പിന്നെ അവര് എങ്ങനെയാ, അമ്മയ്ക്കൊരു ഇതുണ്ടാവില്ലേ, എന്റെ മക്കൾ ഇങ്ങനെ ആവട്ടെ, അങ്ങനെ ആഗ്രഹിച്ച് പറഞ്ഞ എന്തെങ്കിലും ഒരു? ചില അമ്മമാരുണ്ട്, പക്ഷെ ചിലർക്ക് അമ്മ ഇല്ലെങ്കിൽ അവരുടെ ഓവർ പവർ ചെയ്യുന്ന അവർക്ക് വേറെ ഒരു ഇതുണ്ട്, ഗ്രാൻഡ് മദേഴ്സ്. അവർക്ക് പിന്നെ അവരൊക്കെ ഓവർ പവർ ചെയ്യും. ഇപ്പൊ എടുത്തിരിക്കുന്നത് മുഴുവൻ ആൺകുട്ടികളാണ്. പെൺകുട്ടികളും ഉണ്ട്. ഇപ്പൊ നോക്കിയാൽ നമ്മുടെ കയ്യിൽ ഒരു പെൺകുട്ടി ഇവിടെ വെരി ഡെഡിക്കേറ്റഡ്ലി, അവരുടെ അമ്മ ഒത്തിരി കൺവിൻസ്ഡ് ആക്കി സാറിന്റെ കൂടെ പോയാൽ ഒന്നും ആവത്തില്ല. കുട്ടികളൊന്ന് വിളിച്ചാലോ? ഡെഫിനറ്റ്ലി. ചലോ നമ്മുടെ മെയിൻ ക്യാപ്റ്റൻ അന്തിം. ഗോളിയാണ്? അല്ല, മെയിൻ ക്യാപ്റ്റൻ ആണ്. അന്തിമാണ്. ഇവന്റെ സ്റ്റോറി ഏറ്റവും എത്ര ഇതിൽ പാർട്ടിസിപ്പേറ്റ് ഉണ്ട് ഫുട്ബോളില്? ഇവരിപ്പം ഒരു റീസെന്റ് നമ്മള് കളിക്കുന്ന ഫുട്സാൽ ഇത് സ്മോളർ പേസ് ഗെയിമാണ്, സ്മോളർ വേർഷൻ ഓഫ് ഫുട്ബോൾ. അത് ഒരു വുഡൻ കോർട്ടിൽ കളിക്കുന്നത്. അവർ നാഷണൽ കളിച്ചിട്ട് ഇപ്പം അവര് നാഷണൽ ഇപ്പം നമ്മള് വേൾഡ് കപ്പ് ഉണ്ട്. വേൾഡ് കപ്പിൽ പോവാണ്. അവനാണ് ക്യാപ്റ്റൻ. പക്ഷെ ക്വാളിഫൈ ആയത്, പക്ഷെ നമുക്ക് ഒത്തിരി ഫണ്ട്സിന്റെ ആവശ്യമുണ്ട് ഇവർക്ക് കൊണ്ടുപോകാൻ. അത് ഒത്തിരി നീടണം. ഗവൺമെന്റ് NGOs അങ്ങനെ ആരും ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. തീർച്ചയായും പ്രേക്ഷകർക്ക് അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ
ജോസിനെ ഒന്ന് പരിചയപ്പെടണം. ജോസ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവരൊക്കെ കണ്ടുപിടിച്ചത്. ഇവരൊക്കെ കണ്ടില്ലേ, ആ മുഖത്തെ ചിരി കണ്ടാൽ അറിയാം. അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് പറഞ്ഞ പോലെ അല്ലേ, അനാഥാശ്രമത്തിലുള്ളവരാണ്, ചുവന്ന തെരുകൾ, ഇവൻ റെഡ് സ്ട്രീറ്റിലുള്ള കുട്ടികളാണ്, സ്ട്രീറ്റ് സ്ലംസിലുള്ള കുട്ടികളാണ്. ആക്ച്വലി ഇവന്റെ വീട് പോയാൽ നമുക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലായും എങ്ങനെയാ ഇവർ താമസം, ഒരു ഇതുപോലും ഇല്ല. അപ്പൊ ഇവരുടെ ഈ ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഫുഡ് നമ്മളൊക്കെ ബെസ്റ്റാ കൊടുക്കുന്നത്. നമ്മൾ അവരെ പ്രൊഫഷണൽ സ്പോർട്സ് ഫെസിലിറ്റീസ് നമ്മൾ അവരെ ബുക്ക് ചെയ്യും, ഒക്കെ അവിടെ കൊണ്ടുപോകുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇത് ഫുട്ബോൾ ടോപ്പ് ക്വാളിറ്റി ഫുട്ബോൾ ഗിയേഴ്സ് എല്ലാം, ജേഴ്സി ക്വാളിറ്റി എല്ലാം ടോപ്പ് ആക്കി കൊടുക്കുന്നത്. പിന്നെ അവിടെ ന്യൂട്രീഷനും നമ്മൾ കൊടുക്കും. എന്തൊക്കെ അല്ല, അപ്പൊ ഇവർക്ക് അത് കൂടാതെ ഇവര് ഈ എന്താ പറയാ ഫിസിക്കൽ ട്രെയിനിങ് ഒക്കെ വേണം. അത് റെഗുലർലി ആവുന്നത്, എവറി ഡേ ബേസിസ്. ഇപ്പൊ നമ്മൾ സൺഡേ നോർമലി നമ്മൾ ഒരു ക്യാരക്ടർ സെഷൻ, നമ്മുടെ സ്വഭാവസെ ബഡോ ക്യാരക്ടർ സെഷൻസ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് ഒരു ഭയങ്കര ദേഷ്യം, വഴക്കുണ്ടാക്കി അങ്ങനെയൊക്കെ ഉണ്ടാവില്ല? അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു. ഈ ഫുട്ബോൾ കളിക്കും ആരെങ്കിലും ഒന്ന് ഗോൾ അടിച്ച് അവനെ അടിക്കാൻ പോകും, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ഇവിടെ തെറി പറയരുത്, നോട്ട് യൂസ് ഫൗൾ ലാംഗ്വേജസ്. പിന്നെ നമ്മുടെ ഇവിടെ ആരോടും നമുക്ക് താഴെയായിട്ട് നമുക്ക് സംസാരിക്കേണ്ട, എല്ലാവരും ഈക്വൽ ആണ്. നമ്മൾ എൻകറേജ് ചെയ്യണം. നമുക്ക് ഇത് ടീം വേണം, അതിനുവേണ്ടി ഫണ്ട്സ് വേണം. എന്താണ് ഇനി ഒരു വിഷൻ, ഇനി എന്താണ് അടുത്ത് ചെയ്യാൻ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? എന്റെ ഫൈനൽ ഗോൾ നമ്മളൊരു ക്യാരക്ടർ യൂണിവേഴ്സിറ്റി ആയിട്ടാ. ഐഡിയലി നമ്മൾ ഈ IIMs IITs കേട്ടിട്ടില്ലേ, അപ്പം എല്ലാവരും ഹയർ ചെയ്യുന്ന അവിടുന്ന്. അപ്പൊ ഇവിടുന്ന് ഹയർ ചെയ്ത് അവർക്ക് മനസ്സിലാവുന്ന ഇവരൊക്കെ നല്ല ഹോണസ്റ്റ് ആയിട്ട് ജോലി ചെയ്യും, നല്ല ഇന്റഗ്രിറ്റി ആയിട്ട് ചെയ്യും. എല്ലാം നമുക്ക് അവർ അങ്ങനെ വിചാരിക്കും. ദാറ്റ്സ് ദി എൻഡ് ഗോൾ. ഹാവ് എ റെസിഡൻഷ്യൽ ട്രെയിനിങ്, സ്പോർട്സ് ട്രെയിനിങ് ഫെസിലിറ്റി. പിന്നെ അതിനകത്ത് സ്പോർട്സ് സ്കൂൾ ഉണ്ടായിരിക്കണം. സ്പോർട്സിന്റെ മാധ്യമത്തിൽ അവരെങ്ങനെ സ്കൂൾ ചെയ്യണം. പിന്നെ അതിന്റെ ക്യാരക്ടർ യൂണിവേഴ്സിറ്റി. ഇപ്പൊ ആർക്കെങ്കിലും ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യണം, ഇവരുടെ അടുത്തൊക്കെ ഒന്ന് വന്ന് കാണണം, അവരാരെയാണ് കോൺടാക്ട് ചെയ്യുന്നത്, എവിടെയാണ് കോൺടാക്ട് ചെയ്യുന്നത്? They should contact me. ജോസിനെ. ജോസിന്റെ കോൺടാക്ട്സ് എന്തെങ്കിലും ഉണ്ട്? കോൺടാക്ട് മീ, then I can pass the number. എന്റെ LinkedIn പ്രൊഫൈലും ഉണ്ട്. Anyone can contact. എന്താണ് LinkedIn പ്രൊഫൈൽ എന്താ കൊടുത്തിരിക്കുന്നത്? ജസൻ ജോസ്. JESSON JOSE. ജസൻ ജോസ്. മുംബൈ സ്പോർട്സ് NGO അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഗൂഗിൾ സെർച്ച് ചെയ്താലും കിട്ടും. നമ്മൾ കിട്ടും. He's giving training for them, correct? Could you just say more about this? Yeah, so what I do is I build their character through sports. So these children are from the red light areas, street slums, then there's this coming out of the prison, juvenile homes. A lot of these children what we work with. So we're trying to build their character because a lot of how they behave, how they act, because we want to build a good citizen of the country. So being a sports lover, what do you like to say on this? I think it's a perfect initiative. You can see it throughout a lot of projects, and I think that is a good project to have, especially in a big city like Mumbai. Yep. To help kids that might not have the chance to get on the pitch, to have the chance to get actually an education. So I think it is a perfect engagement. I mean, we do have a lot of, I have a lot of like friends who study like Tamil in school as well. So yeah, we do also understand, like the dynamics and everything. But I think going back to what you mentioned through such initiatives and what Bjorn mentioned, I think like such projects like the Bundesliga Dream and what we're doing is to give kids an opportunity to really through football have the opportunity to express themselves, show their love for the game. Thank you so much. Yeah. എന്തെങ്കിലും ജോസിന് ഈ കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്. We will catch you later. Okay? Thank you. Okay. Bye bye. ഹലോ മുംബൈയുടെ എല്ലാവിധ ആശംസകളും ജസൻ ജോസിന് നേരുകയാണ്. പഹൽഗാമിലെ ഭീകരാക്രമണം, ഞെട്ടൽ വിട്ടുമാറാതെ പൂനെയിലെ ഒരു മലയാളി. ഇന്ന് എൻ്റെ ഒപ്പമുള്ളത് ശ്രീജിത്ത് രമേശനാണ്. ശ്രീജിത്ത് എവിടെയാണ്? ശ്രീജിത്ത് നാട്ടിൽ എവിടെയാണ്? ഞാൻ പ്രോപ്പർ മാവേലിക്കരയാണ്, പക്ഷെ ഇപ്പം താമസം നമ്മൾ പത്തനംതിട്ട. എന്നാണ് ഈ കാശ്മീരിലേക്ക് പോയത്? ഞങ്ങൾ കാശ്മീരിലേക്ക് പൂനെയിൽ നിന്ന് തുടങ്ങിയ യാത്ര 14-ാം തീയതി ഇവിടുന്ന്. ഞങ്ങൾ ഇവിടുന്ന് 14-ാം തീയതി ഇറങ്ങാൻ ചെന്ന് ഞങ്ങൾ പേൽഗാം എത്തുന്നത് 15-ാം തീയതി രാത്രിയാണ്. ഓക്കെ, ആരൊക്കെ ഉണ്ടായിരുന്നു? ഞാൻ, എൻ്റെ വൈഫ്, 2 പിള്ളേരും, മമ്മിയും ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് യാത്ര? കശ്മീർ യാത്ര നമ്മൾ ആദ്യമായിട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഭാരതത്തിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറയല്ലേ, അത്ര സുന്ദരമായ ഒരു പ്രദേശമാണ്. അവിടെ വെച്ച് നിങ്ങൾ പിന്നെ റീൽ എന്തോ എടുക്കുന്നുണ്ടായില്ലേ? മോളാണോ എടുത്ത റീൽ? യെസ്, നമ്മൾ ബൈസരൻ വാലി എന്ന് പറഞ്ഞ സ്ഥലം പേൽഗാം. അത് എവിടെ എത്ര ദൂരമുണ്ട് ഈ പേൽഗാമിൽ നിന്ന്? ഇത് പേൽഗാം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അവിടുന്ന് താഴേന്ന് മലയ്ക്ക് മുകളിലോട്ട് 5.5 കിലോമീറ്റർ പോകണം. 5.5 കിലോമീറ്റർ പോകാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ കുതിര പോയിട്ട് അവിടെ പോകുന്നത്. ഈ ട്രക്കിങ്ങിന് പോകുന്ന പറഞ്ഞാൽ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ട്രക്കിങ്ങിന് പോകാൻ പറ്റത്തുള്ളൂ. ടൂറിസ്റ്റിന് വേറെ വണ്ടി ഒന്നും പോകാൻ പറ്റത്തില്ല. അത്രയും സ്റ്റീപ്പായിട്ടുള്ളതും സ്ലിപ്പറി ആയിട്ടുള്ളതും വളരെ ഡേഞ്ചറസ് ഉള്ള റോഡിൽ കൂടെ നമ്മൾ പോകുന്നത്. 5.5 കിലോമീറ്റർ മുകളിൽ പോയി കഴിഞ്ഞാൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഹിമാലയൻ വ്യൂസും അത് മിനി സ്വിറ്റ്സർലാൻഡ് എന്ന ബൈസൺ വാലിക്ക് പറയുന്നതിന്റെ റീസൺ. നല്ല റഷുണ്ട്, നല്ല ആൾക്കാർ ഒരുപാട് പേരുണ്ട് അവിടെ. സാധാരണ
സാധാരണ സമയത്ത് നല്ല റഷ് ഉള്ള ഒരു സ്ഥലമാണ് അത്. പക്ഷെ ഞങ്ങൾ പോയത് ഒരു ദിവസം മുമ്പ് അവിടെ മഴ ഉണ്ടായ കാരണം അത്രയും നമ്മൾ പോയ സമയത്ത് അത്രയും ടൂറിസ്റ്റ് ഇല്ല. എന്നാലും ഒരുവിധം എനിക്ക് തോന്നുന്നു പണ്ടത്തെക്കാളൊക്കെ കാശ്മീരിൽ നിരവധി ആൾക്കാർ പോകുന്ന ഒരു സ്ഥലമാണ്. ബിക്കോസ് കശ്മീർ എന്ന് പറഞ്ഞ സ്ഥലം ആദ്യം ആൾക്കാർക്ക് ഒരു പേടി ഉണ്ടായിരുന്നു, ടെററിസ്റ്റ് അറ്റാക്ക് ആകുമോ ഇല്ലയോ എന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് അത് മാറി വന്നു കഴിഞ്ഞിട്ട് റഷ് 100% ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ പോകാനും കേരളത്തിൽ നിന്നായാലും മഹാരാഷ്ട്രയിൽ നിന്നായാലും ഒത്തിരി നിരവധി ആൾക്കാർ അവിടെ പോകും. ആ ആൾക്കാരെ കാണാൻ എങ്ങനെ? അവർ പാവപ്പെട്ടവരാണ്, എങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും? അവിടുത്തെ ആൾക്കാർ സത്യം പറഞ്ഞാൽ അവരുടെ ഒരു ജീവിത മാർഗം എന്ന് പറഞ്ഞാൽ തന്നെ ടൂറിസമാണ്. ഈ നമ്മൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഷിക്കാര റൈഡിന് പോയാലും ഈ പറയുന്ന ഗണ്ടോള റൈഡ് ഗുൽമാർഗിൽ പോയാലും ഈ ബേതാബ് വാലി പോയാൽ കുതിരയ്ക്ക് പോയാലും ഇതെല്ലാം അവർക്ക് ജീവിത മാർഗം, ടൂറിസ്റ്റ് ചെന്നാലേ അവിടെ ഒരു ജീവിത മാർഗം അവർക്ക് കിട്ടുള്ളൂ. അപ്പം നിങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ നിങ്ങൾ അവിടെ നിന്ന് ഒരു മകൾക്ക് വേണ്ടി ഒരു റീൽ ചിത്രീകരിക്കുമായിരുന്നു അല്ലേ? അതിലാണ് ഈ പറഞ്ഞ ഭീകരന്റെ മുഖം പതിഞ്ഞത്. അപ്പൊ അത് ഈ ഭീകരനാണെന്ന് എങ്ങനെ മനസ്സിലായി? ഇയാളാണ് എന്നെങ്ങനെ മനസ്സിലായി? പെഹൽഗാവ് ബെസ്റൻ വാലിയിലായിരുന്നു 22-ാം തീയതി ഫയറിംഗ് നടന്നത്. പക്ഷെ ഞങ്ങള് പെഹൽഗാം ഈ പറഞ്ഞ സ്ഥലത്ത് എത്തിയത് 18 ഏപ്രിലിന് എത്തിയത്. ആ മോളുടെ റീൽ എടുക്കാൻ നേരം അതിൻ്റെ അകത്ത് സഡൻലി ഈ 2 പേര് ക്രോസ് ചെയ്തു. അപ്പൊ ഈ 2 പേര് ക്രോസ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ഒരു ഡിസ്ട്രാക്ഷൻ വന്നു. സാധാരണ നമ്മൾ റീൽ എടുക്കുമ്പോൾ അങ്ങനെ മാത്രമേ ചിന്തിച്ചു. പക്ഷെ എന്നാൽ ഇവരെ കാണുമ്പോൾ അവിടുത്തെ ആൾക്കാരുമായിട്ടൊരു വ്യത്യാസം, ഒരു ഭീകര മുഖവും ഹൈറ്റും വെയിറ്റും ഒക്കെ വെച്ച് വളരെ വ്യത്യാസം തോന്നിയിരുന്നു. അങ്ങനെ വല്ലതും? അപ്പൊ നമ്മൾ ഓണസ്റ്റ്ലി പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ തിങ്ക് ചെയ്തില്ല. നമ്മൾ നമ്മുടെ ഒരു എൻജോയ്മെന്റ് ടൂർ മൂഡിലാണ് നമ്മളവിടെ പോയത്. പക്ഷെ ഇവർ പെട്ടെന്ന് വന്നപ്പോൾ നമ്മൾ ഒരാൾ ഡിസ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മളൊന്ന് നോക്കും, സ്റ്റെയർ ചെയ്യും. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ലായിരുന്നു. അവരുടെ ഫ്ലോയിൽ തന്നെ നടന്ന് അവരുടെ സംസാരത്തിൽ പോയി. പക്ഷെ 2 പേരുണ്ടായിരുന്നു. 2 പേരുണ്ടായിരുന്നു. അതിലൊരാളാണ് ഇപ്പൊ ഈ പറയുന്ന മൂസ എന്ന് പറയുന്ന ആൾ അല്ലേ? എങ്ങനെ മനസ്സിലായത്? അത് പിന്നീട് ചിത്രങ്ങളും എല്ലാം കണ്ടിട്ടാണോ മനസ്സിലായത്? അത് അവര് അത്രയും വലിയൊരു ടെററിസ്റ്റാന്ന് അറിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് 22-ാം അറ്റാക്ക് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രീനഗറിൽ നിന്ന് ജമ്മു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം നമ്മൾ അറിഞ്ഞു. അപ്പോഴത്തേക്ക് കർഫ്യൂവും കാര്യങ്ങളൊക്കെ ആയി, അലർട്ട് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ തിരിച്ച് ഞങ്ങൾ മുംബൈ തിരിച്ചു വരാൻ വേണ്ടി നിങ്ങൾക്ക് വണ്ടിയും നമ്മൾ ഓൾറെഡി നമ്മുടെ ഫ്ലൈറ്റ്സും നമ്മുടെ ട്രെയിനൊക്കെ നമ്മൾ ഓൾറെഡി അതനുസരിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മളത് 24-ന് നമ്മൾ തിരിച്ച് വീട്ടിലെത്തുന്നു. എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാം ന്യൂസ് ഇതല്ലേ നടക്കുന്നത്, അറ്റാക്കായി 28 പേര് മരിച്ചു. അങ്ങനെ ഇതാ ന്യൂസ് ആദ്യം വരുന്നത് പൂന ടെററിസ്റ്റ് കൊല്ലപ്പെട്ടെന്നുള്ള ന്യൂസ് ആയിരുന്നു ഫ്ലാഷ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മുടെ സിം ഇല്ല. ജമ്മു കാശ്മീരിൽ പ്രീപെയ്ഡ് സിം നടക്കത്തില്ല. അപ്പം നമ്മൾ ആകെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഹോട്ടലിലൊക്കെ വന്നു കഴിയുമ്പം വൈഫൈ ത്രൂവേ നമുക്ക് വീട്ടിലോട്ടായാലും ഫോട്ടോ അയക്കുകയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഈ കറങ്ങാൻ പോയ സ്ഥലത്തു നിന്ന് തിരിച്ചു വരുന്നവരെ ഈ ന്യൂസ് കണ്ടുകൊണ്ട് പൂന ടൂറിസ്റ്റിനെ ഒന്നെന്ന് പറഞ്ഞുകൊണ്ട് റിലേറ്റീവ്സും കരച്ചിലും ടെൻഷനായിട്ട് ഫോണും കിട്ടുന്നില്ല ആരുടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇയാൾ ഭീകരനാണെന്നും ഇത് ക്രോസ് ചെയ്ത് പോയ ആൾക്കാരാണ് ഇത് ചെയ്തതെന്നും നിങ്ങൾക്ക് അപ്പോഴും അറിയില്ല? അന്നേരം നമുക്ക് അറിയത്തില്ല. അപ്പം അത് കാരണം നമ്മൾ തിരിച്ച് പൂനെ വന്നപ്പോൾ നമുക്ക് അതൊരു എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ്? കാരണം നിങ്ങൾ ചെല്ലുമ്പോൾ ഇത്ര സുന്ദരമായ ഒരു സ്ഥലമായിരുന്നു, വളരെ പീസ്ഫുൾ ആയ ഒരു സ്ഥലം. ഇങ്ങനെ സംഭവിച്ചത് എങ്ങനെയാണെന്ന്? അതും മമ്മി എന്നൊക്കെ പറഞ്ഞാൽ 75 ഇയേഴ്സ് ക്രോസ് ചെയ്ത ഒരാളാണ്. അവരും വരെ ഞങ്ങൾ പറഞ്ഞു മമ്മി ഇതൊക്കെ ലൈഫിൽ ഒരു ചാൻസേ ഉള്ളൂ, നമ്മൾ കുതിരപ്പുറത്തായാലും കയറിക്കുമെന്ന് പറഞ്ഞിട്ട് അത്രയും വയ്യ നിന്നിട്ട് അവർ കുതിരപ്പുറത്ത് അത് കാണാൻ വന്നിട്ടും അവർ ഒരു ആരോഗ്യക്കുറവില്ലാതെയും അതെല്ലാം എൻജോയ് ചെയ്ത് വന്ന ഒരാൾക്കാരാണ്. പെട്ടെന്ന് വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് എന്ന് വന്നു കഴിഞ്ഞാൽ അത് വളരെ മനസ്സിനെ നമുക്ക് വിഷമിപ്പിക്കുന്ന ഒരു. അത് മാത്രമല്ല, ഭാരതീയരായ നമുക്ക് ഏവർക്കും നമ്മുടെ മനസ്സിൽ നമ്മൾക്ക് രക്തം ഇങ്ങനെ തിളക്കി തന്നെയല്ലേ അങ്ങനെ ഒരു. അതൊരിക്കലും നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പാടില്ല. നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ വിൽ ചേസ് ദം. ലോകത്തിന്റെ ഏത് മൂലയ്ക്കല്ല അവരെ, അതും അവര് ജാതിയും മതവും ചോദിച്ചിട്ട് എന്ന് പറയുന്നത്. നമ്മൾ വീട്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി ഏജൻസീസ് വിടുന്ന ആദ്യം കാണുന്നത് പെൻസിൽ സ്കെച്ചാ. നിങ്ങൾ ഈ കണ്ട മൂസ എന്ന ഒരാൾ വളരെ സിമിലർ ആയിട്ട് കണ്ടത്. അപ്പൊ അത് കണ്ടപ്പോൾ നമ്മളത് എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് കൺഫേം ആക്കും. പിന്നെ പാൽഗാവായാലും നമ്മുടെ ബേസ്റൻ വാലി, ബേതാബ് വാലി ഡിസ്റ്റൻസ് നമ്മൾ വീഡിയോ എടുത്ത് എന്തുവാന്ന് അത് രാത്രി 1:30 വരെ ഞാനും വൈഫും കൂടി ഇരുന്നുകൊണ്ട് അത് നമ്മളത് സ്കാൻ ചെയ്യുമായിരുന്നു. പക്ഷെ നിങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങുന്ന സമയത്ത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമല്ലേ? 100%. ശ്രീനഗർ, ജമ്മു എല്ലാം എയർപോർട്ട് തൊട്ട് എയർപോർട്ടൊക്കെ നമ്മൾ എത്ര ഇന്റർനാഷണൽ ടൂർസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പല സ്റ്റേറ്റ് സാധാരണ ഇപ്പം നമ്മുടെ കേരളത്തിലേക്ക് പോകുന്ന പോലെ തന്നെ ആയിരുന്നല്ലോ, വലിയ എന്തെങ്കിലും ഒരു ഡിഫറൻസ് തോന്നി? നമ്മളിപ്പം പൂനെയിൽ നിന്ന് കേരളത്തിലോട്ട് പോവോ ബാംഗ്ലൂരിലോട്ട് പോവോ അല്ലെ വേറെ പല എയർപോർട്ടിൽ കൂടെ പോകുന്ന കൂട്ടുള്ള ചെക്കിംഗ് അല്ല. ശ്രീനഗറിലായാലും ജമ്മുവിലായാലും ആർമിക്കാരുടെ വേറെ ചെക്കിംഗ് ഉണ്ട്. ബാഗ്സും വരെ നമുക്ക് പലയിടത്ത് നമുക്ക് സ്കാൻ ചെയ്തേ പോകാൻ പറ്റുന്നു. ആ മിലിറ്ററിയുടെ ആ സെക്യൂരിറ്റി അനുസരിച്ചിട്ടുള്ള എക്സ്ട്രാ ചെക്കിങ്സും. അപ്പൊ ഈ 2 പേര് ഇവര് നിങ്ങളുടെ ഇതിൽ ക്രോസ് ചെയ്ത പോലെ വേറെ ആരെങ്കിലും അതിൽ ക്രോസ് ചെയ്ത് നിങ്ങൾക്ക് സംശയം തോന്നിയായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, ബിക്കോസ് നമ്മൾ ഇപ്പം ഗവൺമെന്റ് വെളിയിൽ വിട്ട ആ ഒരു ഫോട്ടോ അനുസരിച്ചാണ് നിങ്ങളത് ചെക്ക് ചെയ്തത്. നിങ്ങളെ സ്റ്റെയർ ചെയ്ത് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഫേസ് ബാക്ക് മൈൻഡിലുള്ള കാരണം നമ്മൾ റീകളക്ട് ചെയ്തു. ലാസ്റ്റിലെ 2 സെക്കൻഡ് അവർ നോക്കി
ഓക്കെ. പക്ഷെ അപ്പോൾ അവർക്ക് അറിയുന്നില്ല നമ്മുടെ മൊബൈലിൽ നമ്മൾ നോക്കുന്നത് കൊച്ചിൻ്റെ അടുത്താണ്. പക്ഷെ അപ്പോൾ അവർ ശ്രദ്ധിച്ചില്ല ഇതിൽ കൂടെ വന്നോ ഇല്ലയോ എന്നുള്ളത്. തീർച്ചയായും അങ്ങനെ ആയിരുന്നു അവർ വന്നിരുന്നു. അവർ തിരിച്ചു വന്നേനെ നിങ്ങളുടെ അടുത്തേക്ക്. അവർ വരും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് നമ്മളത് വിചാരിക്കുന്നില്ലല്ലോ, നമ്മളത് അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അവർ ഇപ്പം തീവ്രവാദി ആണെങ്കിൽ തന്നെയും അവർ പെട്ടെന്ന് വന്ന് മൊബൈൽ കൊടുക്കത്തില്ല, ആരും പറയത്തില്ല. അവരവരുടെ ആയിട്ട് എന്തെങ്കിലും ഒരു സർവൈലൻസ് ചെയ്യാൻ വന്ന് കാണും. അതുപോലെ ഞാൻ പറഞ്ഞില്ല, ഒരു എൻട്രിയും ഒരു എക്സിറ്റീവേ ഉള്ളൂ. അവിടെ എന്തെങ്കിലും ഒരു ആക്രമണം നടത്തിയാലും അവർക്ക് പിടിക്കപ്പെടാനുള്ള റിസ്ക് കൂടുതലുള്ള ഒരു സ്ഥലമാണ് ബീത്താപ്പേൽ. അപ്പൊ നിങ്ങളിത് കണ്ട ശേഷം നിങ്ങൾ ആരെ അറിയിച്ചു ഞാൻ അവരെ കണ്ടു എന്നുള്ളത്? ആദ്യം നമ്മളതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ പല ഫ്രണ്ട്സ് ഉണ്ട്, അതിൻ്റെ അകത്ത് നല്ല സാറന്മാരുണ്ട്. അപ്പം അവരുടെ കൂടെ ഒരു ഒപ്പീനിയൻ എടുത്തപ്പോൾ എല്ലാവരും അത് വെച്ചിട്ട് പറയുന്നത് ഇത് പ്രൈമ ഫേസ എന്ന് പറഞ്ഞാൽ പ്രഥം ദർശനി ഇത് അത് തന്നെ എന്നുള്ള രീതിയിൽ തന്നെ പോയത്. അപ്പം അങ്ങനെ ആണെങ്കിൽ ബിക്കോസ് ആ ഏരിയയും ഡൗട്ട്ഫുൾ, ആ ഈ ടൈമിങ് വളരെ ഇമ്പോർട്ടൻ്റ്. ബിക്കോസ് 18th നമ്മൾ ഷൂട്ട് ചെയ്ത് 2:38 22-ാം തീയതി ഫയറിംഗ് നടന്നതും 2:45 3 ഇടയ്ക്കാണ്. അപ്പോൾ ഒരു പക്ഷേ അവർ ക്ലൈമറ്റ് ടൈം ഒക്കെ നോക്കാനും സ്റ്റഡി ചെയ്യാനും വന്നെന്നുള്ളൊരു 3-4 ദിവസം ഡിഫറൻസേ ഉള്ളൂ. മുംബൈ ഓഫീസിൽ വിളിച്ചിട്ട് അവിടെ വളരെ സീനിയർ പൊസിഷനിലുള്ള DYSP റാങ്കിലുള്ള ഓഫീസേഴ്സ് ടെക്നിക്കൽ ടീമായിട്ട് 5 hours നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും എൻ്റെ മൊബൈൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യുകയും അതിൻ്റെ അകത്ത് ഡാറ്റ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 65B പ്രകാരം അതിൻ്റെ അകത്ത് അവരെല്ലാം നോട്ട് ചെയ്യുകയും അപ്പം നമ്മൾ ചോദിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് കറക്കി. ശ്രീജിത്തിന്റെ നിഗമനം അനുസരിച്ച് ഇത് മൂസ തന്നെയാണെന്നുള്ളതാണ് അല്ലേ? ബിക്കോസ് 100% ആ പെൻസിൽ സ്കെച്ച് നോക്കിക്കഴിഞ്ഞാൽ, ബിക്കോസ് ഈ ഫോട്ടോ വിട്ടത് ഒരിക്കലും ഇപ്പോഴത്തെ ഫോട്ടോ അല്ല. അവരെല്ലാവരും കൂടെ ആ പൊസിഷനിൽ നിൽക്കുന്ന കാണുമ്പോൾ ഒരു ക്യാമ്പിൽ വല്ലതും അവർ സ്റ്റൈലിന് വേണ്ടി എടുത്ത ഒരു ഫോട്ടോ ആയിട്ടാണ് തോന്നുന്നത്. എന്നുള്ളത് നമുക്ക് തീരുമാനം നമ്മൾ നേരിട്ട് കാണുകയും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഫേസ് ഒരിക്കലും ആ ഒരു ഇതുകൊണ്ട് അവരെ പിടിക്കാൻ സാധിക്കട്ടെ. ശ്രീജിത്തിന്റെ ആ ഒരു വലിയ മനസ്സിന് ഞാൻ പറഞ്ഞില്ലേ, ബിഗ് സല്യൂട്ട്. എന്തൊക്കെയാലും ഓരോ ഭാരതീയനും നമുക്കും അഭിമാനിക്കാം. എന്തൊക്കെയാലും അവരെ ഈ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കട്ടെ. അതിൻ്റെ ഒരു ക്ലൂ ശ്രീജിത്തിന് കൊടുക്കാൻ കഴിഞ്ഞത്. ശ്രീ, താങ്ക് യു സോ മച്ച്. എൻ്റെ ഒപ്പം സ്വല്പം സമയം ചെലവിട്ടു. കഴിഞ്ഞ ആഴ്ച ഹലോ മുംബൈ സംപ്രേഷണം ചെയ്തിരുന്ന മനോജ്, പൂനെയിലെ തെരുവോരങ്ങളിൽ താമസിക്കുന്ന മനോജിനെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ലതാ നായർ ഞങ്ങളെ കോൺടാക്ട് ചെയ്തിരുന്നു. ഒരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങളുമായി പങ്കിടുകയാണ്. അത് പൂനെയിലുള്ള സന്തോഷ് ജോയ് എന്ന ഒരു ചാരിറ്റബിൾ ആശ്രമം നടത്തുന്ന അദ്ദേഹമാണ് ഈ മനോജിനെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സന്തോഷ വാർത്ത ഹലോ മുംബൈയുടെ പ്രേക്ഷകരുമൊത്ത് ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ലതാ നായർക്കും സന്തോഷ് ജോയ്ക്കും പ്രത്യേക നന്ദി. അവിടെ അപ്പൊ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഇതൊരു പേപ്പർ ഒരു നമുക്കൊരു ഇൻഫോം സ്റ്റേഷനിൽ നിന്ന് കിട്ടുവാന്നേലും കുഴപ്പമില്ല. ഇവിടുന്ന് കിട്ടിയില്ലെങ്കിൽ അവിടെ എല്ലാം ഏർപ്പാടാക്കാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് വേണ്ടത് ഒരു ആംബുലൻസ് വന്ന് ആംബുലൻസ് നിങ്ങൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞല്ലേ? ആംബുലൻസ് നമ്മൾ അറേഞ്ച് ചെയ്തില്ല. പുള്ളി വരാൻ തയ്യാറായെങ്കിലല്ലേ നമുക്ക് അറേഞ്ച് ചെയ്യാം. പുള്ളിക്ക് മാനസിക പ്രശ്നമൊന്നുമില്ല. കഴിഞ്ഞാൽ പുള്ളിക്ക് അവിടെ ആഹാരവും അവരുടെ ചുമതല അവർ ഏറ്റെടുത്തോളൂ. ഇന്ന് ഞങ്ങൾ മനോജിനൊപ്പമാണ്. മനോജിനെ സുരക്ഷിതമായ ഒരു കൈകളിലേക്ക് ഏൽപ്പിക്കുവാനാണ് ഞങ്ങളുടെ ശ്രമം. ഇന്ന് എനിക്കൊപ്പം ഉള്ളത് പൂനെയിലെ ഒരു സാമൂഹ്യ പ്രവർത്തകയും സോഷ്യൽ ആക്ടിവിസ്റ്റുമായ മിസ്സിസ് ലതാ നായരാണ്. ഒപ്പം സംഗീത് നമ്പ്യാരുമുണ്ട്. ഇപ്പൊ ഇവർ വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് വല്ല അസുഖമുണ്ടോ, പ്രശ്നമുണ്ടോ, അല്ലെ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കണം. അപ്പൊ അദ്ദേഹം അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല. കൂടെ വരാനും മനോജ് തയ്യാറാണ്. നമ്മൾ വിളിച്ചാൽ നമ്മുടെ കൂടെ വരുമല്ലോ അല്ലേ? വരുവാ. തുണിയൊക്കെ മാറണം, തലമുടിയൊക്കെ വെട്ടി സുന്ദരക്കുട്ടപ്പനാക്കാം. പട്ടിണിയും കാലാകാലങ്ങളായി വിപരീത സാഹചര്യത്തിൽ ആരുടെയും തുണയില്ലാതെ വഴിയോരത്തെ ജീവിതവുമാണ് മനോജിനെ മാനസികമായി തളർത്തിയത്. ഇന്ന് നനച്ചിരിക്കാതെ കരുതലിൻ്റെ കരങ്ങളിലെത്തിയ സമാധാനത്തിലാണ് ഈ മലയാളി. ഇനിയും വയറെരിയാതെ മഴ നനയാതെ വെയിലത്ത് വാടാതെ ജീവിക്കാമെന്ന പ്രത്യാശയാണ് മനോജിന്റെ മുഖത്ത് തെളിയുന്ന ആശ്വാസം. കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇദ്ദേഹത്തെ കണ്ടിട്ട് അങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നില്ല. എന്നാലും ഇങ്ങനെ ഒരു അന്യനാട്ടിലെ ഒരു മലയാളി ഒറ്റപ്പെട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇത്രയും 4-5 ലക്ഷം മലയാളികളോടെയുള്ള സ്ഥിതിക്ക് ഇങ്ങനെ ഒരാളെ സുരക്ഷിതമായിട്ടൊരു സ്ഥലത്തെത്തിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. നമുക്ക് നാളെ തന്നെ അദ്ദേഹത്തെ മാറ്റാൻ പറ്റും അല്ലേ? എന്തെങ്കിലും ഞങ്ങൾ ഈ സന്തോഷ വാർത്ത പ്രേക്ഷകരുമൊത്ത് പങ്കിടുകയാണ്. മലയാളി സമാജങ്ങളും സാമൂഹിക പ്രവർത്തകരും ജീവിക്കുന്ന ചുറ്റുപാടിനോടെങ്കിലും പ്രതിബദ്ധത പുലർത്തണം. Actually, आपने बहुत हेल्प किया. Thank you so much. ഞാനിപ്പോൾ നിൽക്കുന്നത് വാനവോരി പോലീസ് സ്റ്റേഷനാണ്. അതായത് മനോജ് നമ്മൾ താമസിച്ചു എന്ന് പറയുന്ന ആ സ്ഥലത്തിന് തൊട്ടടുത്താണ്. ഇവിടെ നിന്നുള്ള പേപ്പറെല്ലാം റെഡിയായി കഴിഞ്ഞു, ആംബുലൻസും എത്തിക്കഴിഞ്ഞു. ഇത്തരം കഥകൾ ആവർത്തിക്കപ്പെടാതിരിക്കണം.
മാനുഷിക പരിഗണനയിൽ ഒരാൾ പോലും പട്ടിണി കിടക്കില്ലെന്ന് ഉറപ്പാക്കണം. ഹലോ മുംബൈയിൽ ഇത് സംപ്രേഷണം ചെയ്തതിന് ശേഷം നിരവധി ആൾക്കാരാണ് ഞങ്ങളുമായി കോൺടാക്ട് ചെയ്തത്. അതിൽ പൻവേലിൽ നിന്നൊരു മധു ആചാര്യ അദ്ദേഹം കോൺടാക്ട് ചെയ്തിരുന്നു. പക്ഷേ ഇദ്ദേഹത്തെ പൻവേൽ വരയ്ക്കും കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെയാണ് പൂനെയിലുണ്ടായിരുന്ന സാമൂഹ്യ പ്രവർത്തക ലതാ നായർ ഞങ്ങളെ വിളിക്കുകയും സംഗീത നമ്പ്യാരുമായി ചേർന്ന് ഇവിടെ എത്തുകയും പിന്നെ പ്രത്യേകിച്ച് വിജയൻ നായർ ഇവർ 3 പേരും എൻ്റെ അടുത്ത് എത്തുകയും ഇദ്ദേഹത്തെ ഇന്ന് ഞങ്ങൾ പൂനെയിൽ തന്നെയുള്ള ദഹ്റൂട്ടിലെ ഒരു ജോയി ബ്രദറിൻ്റെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് അദ്ദേഹത്തെ മാറ്റുന്നത്. 80 से जानता है मैं. 80 से जानते हो. अभी आप हम उनको एक अच्छा जगह पे भेज दिया. अच्छा हो गया उसको. അപ്പോൾ അങ്ങനെ സന്തോഷത്തോടു കൂടി നമ്മുടെ മനോജ് യാത്രയായി. മനോജ് ഇനിയും സുരക്ഷിതമായ കൈകളിലാണ്. സന്തോഷത്തോടെ മനോജ് അവിടെ താമസിക്കട്ടെ. ഇതിന് വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ ലതാ നായർക്കും വിജയൻ നായർക്കും സംഗീത് നമ്പ്യാർക്കും ഹലോ മുംബൈയുടെ ഒരു പ്രത്യേക നന്ദിയും നമസ്കാരവും രേഖപ്പെടുത്തുന്നു. അങ്ങനെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് എൻ്റെ ഒപ്പം നല്ല നാടൻ പാട്ട് പാടുന്ന ഒരു ടീമാണുള്ളത്. ചേട്ടാ ഏതാണ് പാട്ട്? നമ്മുടെ അയ്യപ്പപ്പണിക്കരുടെ മണ്ണ് എന്ന പാട്ട്, പണ്ടത്തെ പാട്ട്, പഴയ മണ്ണ്. ഓക്കെ, അപ്പം നമുക്കിത് കേൾക്കാം. അതിനുള്ളിൽ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. ടിൽ ദൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. അപ്പോൾ തുടങ്ങല്ലേ? തെയ്യന്നം കറുതിന്തിന്നം താരോ കറുതിത്തിന്നം തെയ്യന്നം കറുതിന്തിന്നം താരോ കറുതിത്തിന്നം തെയ്യന്നം കറുതിന്തിന്നം താരോ കറുതിത്തിന്നം തെയ്യന്നം കറുതിന്തിന്നം താരോ ഏൻ ചങ്കും പറക്കി എൻ്റെ മണ്ണിൻ്റെ ചങ്ക് മാട്ടും ചാത്തനെ മറുതാനേം കെട്ടിമാരണ്ട് കറുതിത്തിന്നം തെയ്യന്നം കറുതിന്തിന്നം താരോ കറുതിത്തിന്നം തെയ്യന്നം കറുതിന്തിന്നം താരോ അടികൂർമ്പൻ കോടവയറ എടമാപ്ല ചങ്ങാതി ഈ കുർഗം മുറുക്കുന്നതിന്റെ തിണ്ണൽ കിടന്നോൻ കറുതിത്തിന്നം തെയ്യന്നം കറുതിന്തിന്നം